പെഹൽഗാം ആക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി നൽകിയ വാർത്തകളേക്കാൾ വേഗത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയ വ്യാജ വാർത്തകളുണ്ട്. TV ചാനലുകൾ മത്സരിച്ചു. പത്രങ്ങൾ പതിവ് വിട്ട ഗ്രാഫിക്സുകളുമായി വായനക്കാരെ ത്രസിപ്പിക്കാൻ ശ്രമിച്ചു. കറാച്ചി തുറമുഖം ഇന്ത്യ തകർത്തുവെന്നും ഇസ്ലാമാബാദിനെ ഇന്ത്യ ആക്രമിച്ചുവെന്നും അടക്കമുള്ള വ്യാജ വാർത്തകൾ ഒരു പരിശോധനയുമില്ലാതെ സംപ്രേഷണം ചെയ്തതു മുതൽ ചർച്ചയിൽ പങ്കെടുത്ത അതിഥികളെ കൊണ്ട് മുദ്രാവാക്യം വിളിക്കാൻ അർണാബ് ഗോസ്വാമി പ്രേരിപ്പിക്കുന്നതുവരെ നമ്മുടെ ദൃശ്യമാധ്യമ സ്ക്രീനുകളിൽ നിറഞ്ഞു. സംഘർഷം ലഘൂകരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് രാജ്യം ഔദ്യോഗികമായി നടത്തിയ വാർത്താ സമ്മേളനങ്ങളിലെല്ലാം ആവർത്തിച്ചു പറഞ്ഞിട്ടും മാധ്യമങ്ങളിൽ അത് യുദ്ധം തന്നെയാണ്. വാർ ഡെസ്കുകളും ഗ്രൗണ്ട് റിപ്പോർട്ടുകളും ചുവന്ന നിറത്തിലുള്ള സ്ക്രീനുകളിൽ യുദ്ധവിമാനം പറത്തിയുള്ള ഗ്രാഫിക്സും ലൈവ് കമന്ററിയുമൊക്കെയായി യുദ്ധം ആഘോഷിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ. രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന സംഘർഷമാണ്. അത് വാർത്തയായി ജനങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. എന്നാൽ യാഥാർത്ഥ്യമാണോ പലപ്പോഴും മാധ്യമങ്ങളിൽ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതെന്നാണ് ചോദ്യം. മെയ് 7-നാണ് ഇന്ത്യ ആദ്യമായി ഭീകര ക്യാമ്പുകളിലേക്ക് ആക്രമണം നടത്തിയത്. അതിന്റെ വിവരങ്ങൾ സൈന്യം ഔദ്യോഗികമായി പിന്നീട് അറിയിച്ചു. സൈന്യം നൽകിയ വിവരങ്ങൾ മാത്രമായിരുന്നു അന്ന് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. 7-ാം തീയതി രാത്രിയിലും 8-ാം തീയതി പുലർച്ചെയുമായി പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ആക്രമണങ്ങൾ നടത്താൻ ശ്രമിച്ചു. അതിനെ ഇന്ത്യ ഫലപ്രദമായി നേരിടുകയും പ്രത്യാക്രമണം നടത്തുകയും ചെയ്തു. എന്നാൽ വ്യാജ വാർത്തകളുടെ പ്രളയമായിരുന്നു അതിനുശേഷം നമുക്ക് മുന്നിലെത്തിയത്. മുൻപ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഗെയിം വീഡിയോ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ വർഷിച്ച മിസൈലുകളായി ചിത്രീകരിക്കപ്പെട്ടു. മുൻപെങ്ങോ ഉണ്ടായ ഒരു കൃഷിയിടത്തിലെ തീപിടുത്തം ജലന്ധറിൽ പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ ആക്രമണമായി മാറി. 2021-ൽ കാബൂൾ വിമാനത്താവളത്തിൽ നടന്ന സ്ഫോടനത്തിന്റെ ദൃശ്യം ജമ്മു എയർഫോഴ്സ് ബേസിലുണ്ടായ സ്ഫോടനമായി ചിത്രീകരിക്കപ്പെട്ടു. ദുബായിലെ ജബൽ അലി തുറമുഖത്ത് 2021-ൽ ടാങ്കർ ഷിപ്പിലുണ്ടായ തീപിടുത്തം ഗുജറാത്ത് തുറമുഖത്ത് നടന്ന ആക്രമണമായി വളച്ചൊടിക്കപ്പെട്ടു. ചുരുക്കത്തിൽ പാകിസ്ഥാനി സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വന്ന വ്യാജ വാർത്തകൾ പലതും ഇന്ത്യൻ മാധ്യമങ്ങൾ പരിശോധനകളൊന്നുമില്ലാതെ സംപ്രേഷണം ചെയ്തു. ഇതിനൊപ്പം തന്നെയായിരുന്നു കറാച്ചി തുറമുഖം ഇന്ത്യ തകർത്തുവെന്ന വ്യാജ വാർത്തയും പരന്നത്. ദൃശ്യങ്ങൾ വളരെ വേഗത്തിൽ ഷെയർ ചെയ്യപ്പെട്ടു. പിന്നീട് ഇന്ത്യൻ സേന ആ വാർത്ത നിഷേധിക്കുന്നതുവരെ. യുദ്ധവാർത്തകളിൽ ആശങ്കയുള്ള പ്രേക്ഷകരെയാണ് ഈ വാർത്തകൾ ലക്ഷ്യമിടുന്നതെങ്കിലും ഫലത്തിൽ അതൊരു ചാനൽ യുദ്ധമായി മാറുകയായിരുന്നു. വാർത്തകളും വിവരങ്ങളും നൽകേണ്ട ചാനലുകൾ അതിനേക്കാൾ യുദ്ധവെറി പടർത്തുന്ന കമന്ററികൾക്ക് പ്രാധാന്യം നൽകുന്നത് കണ്ടു. രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചുവെന്നതായിരുന്നു മറ്റൊരു വാർത്ത. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചിട്ടുവെന്ന വാർത്ത ആവേശം കൂടിയപ്പോൾ ഇങ്ങനെയായി മാറി. സൈനിക നടപടികളുടെ തത്സമയ സംപ്രേഷണം നടത്തരുതെന്ന് കേന്ദ്ര സർക്കാർ മാധ്യമങ്ങളെ മുൻകൂട്ടി ഓർമ്മിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. കാർഗിലിലും ഖാണ്ഡഹാറിലും മുംബൈയിലും ഭീകരർക്ക് വിവരങ്ങൾ കിട്ടിയത് നമ്മുടെ വാർത്താ ആഘോഷത്തിലൂടെയാണെന്ന കാര്യം ആവേശത്തിനിടയിൽ മറന്നു പോകാതിരിക്കാൻ. സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ വാർത്താ ആഘോഷത്തിന്റെ ഭാഗമായി വലിയ വാർത്തകളായി അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതും ആശങ്കയിലാകുന്നതും സാധാരണക്കാരായ ജനങ്ങളാണ്. ലക്ഷ്യം ആദ്യം വാർത്ത നൽകുക എന്നത് മാത്രമാകുമ്പോൾ യാഥാർത്ഥ്യം ക്രോസ് ചെക്ക് ചെയ്യപ്പെടാതെ പോകുന്നു. ഗ്രൗണ്ട് റിപ്പോർട്ട് മുതൽ എഡിറ്റോറിയൽ വിശദീകരണങ്ങൾ വരെ ഇത്തരം വ്യാജ വിവരങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നു. ഫലത്തിൽ വാർത്തയിൽ യാഥാർത്ഥ്യത്തിൻ്റെ അംശം കുറയുന്നു. ഒരു യുദ്ധമുണ്ടായാൽ അഥവാ രാജ്യം ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുകയാണെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങൾക്ക് ആശങ്കകൾ ഉണ്ടാകും. പെഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഭീകര ക്യാമ്പുകൾ ആക്രമിച്ചപ്പോൾ അതിനെ രാഷ്ട്രീയ സമുദായ ഭേദമില്ലാതെ ഇന്ത്യയിലെ ജനങ്ങൾ സ്വാഗതം ചെയ്തു. അന്താരാഷ്ട്ര സമൂഹവും ഇന്ത്യക്കൊപ്പം നിലപാടെടുത്തു. ആ സംഭവം മുതൽ നമ്മുടെ മാധ്യമങ്ങൾ അതിനെ കൈകാര്യം ചെയ്ത രീതി ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ തക്കവിധം സംയമനവും ജാഗ്രതയും നിറഞ്ഞതായിരുന്നു. ബാർക്ക് റേറ്റിംഗ് കിട്ടാൻ മത്സരമാകാം. എന്നാൽ ഇരുപക്ഷത്തിനും നഷ്ടങ്ങൾ മാത്രം ഉണ്ടാക്കുന്ന സംഘർഷങ്ങളെ അതിനായി ഉപയോഗിക്കേണ്ടതുണ്ടോ എന്നത് മാധ്യമങ്ങൾ സ്വയം തീരുമാനിക്കേണ്ടതാണ്.